ഇറാനെ വിറപ്പിക്കാനിറങ്ങിയ ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കനത്ത പ്രഹരമേറ്റിരിക്കുന്നു. ഇത്തവണ ശത്രുക്കളെക്കാൾ ട്രംപിനെ ഭയപ്പെടുത്തുന്നത് സ്വന്തം പാളയത്തിലെ പടയൊരുക്കമാണ്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയെ ആയുധമില്ലാത്ത വെറും കയ്യനാക്കുമോ? ലോക പോലീസിന്റെ ആയുധപ്പുര കാലിയാകുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഡെമോക്രാറ്റിക് സെനറ്റർ മാർക്ക് കെല്ലിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളുടെ ആസൂത്രണമില്ലായ്മ രാജ്യത്തെ അപകടത്തിലാഴ്ത്തുന്നു എന്ന് CBS ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മാർക്ക് കെല്ലി ആഞ്ഞടിച്ചിരിക്കുകയാണ്. Now they're asking for twice as much money. It's nearly the amount that the rest of the world pays for its defense. പെന്റഗൺ നൽകുന്ന കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ പക്കലുള്ള ടോമോഹോക്ക്, പാട്രിയറ്റ്, SM-3 മിസൈലുകളുടെ ശേഖരം ഭയാനമാകും വിധം കുറഞ്ഞിരിക്കുകയാണ്. ഇറാനുമായുള്ള ഈ അനാവശ്യ യുദ്ധം മൂലം പസഫിക് മേഖലയിൽ ചൈനയെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷി പോലും ചോദ്യചിഹ്നമായി മാറുന്നു. നഷ്ടപ്പെട്ട ഈ ആയുധങ്ങൾ പഴയതുപോലെയാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. പുതിയ യുദ്ധങ്ങൾ തുടങ്ങില്ലെന്നും പണം ലാഭിക്കാമെന്നും പറഞ്ഞാണ് ട്രംപ് അധികാരമേറ്റത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. ഇറാനുമായുള്ള സംഘർഷം മൂലം ബില്യൺ കണക്കിന് ഡോളറാണ് വെറുതെ ഒഴുക്കിക്കളയുന്നത്. ഈ യുദ്ധം കൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നതെന്ന കെല്ലിയുടെ ചോദ്യത്തിന് ട്രംപ് ഭരണകൂടത്തിന് കൃത്യമായ മറുപടിയില്ല. അതേസമയം അപ്പുറത്ത് ഇറാൻ സധൈര്യം തിരിച്ചടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കണ്ടാൽ ഭയപ്പെട്ടിരുന്ന കാലം കഴിഞ്ഞുവെന്ന് IRGC ജനറൽ അഹമ്മദ് സോൾഗാദർ പരിഹസിച്ചു. US-ന്റെ സൈനിക സാന്നിധ്യം ഇനി ആരെയും പേടിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം കാരണം 61 അന്താരാഷ്ട്ര കപ്പലുകൾക്കാണ് ദിശ മാറ്റേണ്ടി വന്നത്. അതായത് ഇറാൻ ശക്തിപ്രകടനം നടത്തുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നുണ്ടായ വൻ തിരിച്ചടി ട്രംപിനെ തെല്ലൊന്നുമല്ല തളർത്തിയിരിക്കുന്നത്. മുൻ പ്രസിഡന്റുമാരുടെ ഉദാരതയാണ് ഇറാനെ ശക്തിപ്പെടുത്തിയതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുമ്പോഴും യുദ്ധം അമേരിക്കയെ തളർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷ്യബോധമില്ലാത്ത സൈനിക നീക്കം അമേരിക്കയുടെ പതനത്തിന് വഴി തുറക്കുമോ? കാത്തിരുന്നു കാണാം.